ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകൾ 8 വയസ്സുകാരി ശീതളിന്റെ മൃതദേഹവുമായി കുടുംബം നാട്ടിലേക്ക് തിരിച്ചു. ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തെ വാടക വീട്ടിൽ വച്ച് ജനാലയിൽ ഷാൾ കുടുങ്ങി തൂങ്ങിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയുണ്ടായ മരണമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. കുട്ടി കളിക്കുമ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്ന് പോലീസ് അറിയിച്ചു. പ്രകാശ് നാളെ എപ്പോഴാണ് പോകുന്നത്? രാത്രി 11 ഫ്ലൈറ്റ്. പ്രകാശം പോകൂലേ ജോർജ് ചേട്ടാ? പകരം വേറെ ആളെ നോക്കണ്ടേ? തൽക്കാലം ഇവിടെ ശിവനുണ്ടല്ലോ, പിന്നെ നമുക്ക് ആരെങ്കിലും നോക്കാം. അപ്പൊ ശരി. നടക്ക്. ജോർജ് ചേട്ടാ, ഞാൻ ഒന്ന് ഫോൺ ചെയ്യാൻ പോയതാ. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. ശരി. നീ പോവല്ലേ? ശിവ, നിന്റെ പോക്കത്ര ശരിയല്ല. പഴയതൊക്കെ ഇവിടെയും തുടങ്ങാനാണ് പരിപാടി. എന്ത് പരിപാടി? കൊച്ചു പിള്ളേരെ കാണുമ്പോൾ നിന്റെ ആ കഴപ്പുണ്ടല്ലോ. കൊല്ലം ഒന്നായാലൊരു പാവത്തിനെ കൊന്ന് കെട്ടി തൂക്കിയിട്ട്. നീ കണ്ടോ? കണ്ട ഒരാളുണ്ട്, അതിന്റെ കൊച്ചച്ഛൻ. നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവൻ കണ്ടതാ. നിന്റെ നല്ല കാലത്തിന് അവൻ വന്നു പറഞ്ഞത് എന്നോടാ. ആ പാവത്തിനെ പോലീസും കേസൊക്കെ പറഞ്ഞ് അന്ന് പേടിപ്പിച്ച നാട്ടിലേക്ക് കയറ്റിവിട്ട്. പിന്നെ 2 അകത്ത് ചെന്നാലേ വീരവാദം മുഴക്കുന്ന നിന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തിക്കോ. ഓ, ഒന്ന് സ്റ്റാൻഡ് വരാം. ശിവ, സാറിന് പൊതി എടുത്ത് കൊടുക്ക്. ഏതാ ജോർജ് ചേട്ടാ പുതിയൊരു ഐറ്റം? അത് ശിവൻ, പ്രകാശിന്റെ സ്വന്തം ആളാ. ആളുടെ നോട്ടവും പെരുമാറ്റം അത്ര ശരിയല്ല. എന്റെ പൊന്ന് സാറേ, അത് നിങ്ങളുടെ പോലീസ് കണ്ടുകൊണ്ട് നോക്കുന്നോണ്ടാ. ആള് പാവാ. സാറ് ചുമ്മാ. അങ്ങനെ ആയാ നല്ലത്. ഓ, ചേട്ടൻ്റെ കടയിൽ മാത്രമേ ഹിന്ദിക്കാരെ കുറവുണ്ടായിരുന്നുള്ളൂ. ശമ്പളമൊന്നും വേണ്ട, എന്തെങ്കിലും പണി മതിയെന്നും പറഞ്ഞ് വന്നതാ. ഞാനും കരുതി ഞാൻ നിന്നോട്ടെ. അത് നന്നായി. ചേട്ടാ, ഒറ്റയ്ക്ക് ഇരുന്നു അടിക്കുവാണോ? ആഹാ, നീ അടിക്കുവോ? പിന്നെ
ഞാൻ നന്നായി അടിക്കും. നല്ല വിലയുള്ള സാധനമാണല്ലോടാ. ഇത് അടിച്ചാൽ കിട്ടുന്ന ശമ്പളം മുഴുവൻ ബിവറേജ് കൊടുക്കാനേ തികയുള്ളല്ലോ. കാശ് പോട്ടെ ചേട്ടാ. അപ്പം നീ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലേ? നീ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ. മലയാളം അറിയാ ചേട്ടാ. ആ, കല്യാണം നമുക്ക് സെറ്റാവില്ല. ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് 2 അടിക്കാം. പിന്നെ ആ, നിനക്കെന്താടാ കൂളിയും ചെവൊന്നുമില്ലേ? ചേട്ടാ, ഈ വെള്ളം മടി മാത്രം മതിയോ? കുറച്ച് ദിവസമായി നീ വാല് പൊക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി. നമുക്ക് നോക്കാടാ. അതല്ല ചേട്ടാ, ചെറിയ പിള്ളേർ കിട്ടുമോ? ഇത് നിന്റെ നാടല്ല, ചെറിയ പിള്ളേരെ കിട്ടാൻ പാടാ. പൈസ കൊടുക്ക ചേട്ടാ. ഇപ്പനോട് ഇത് എങ്ങനെ പറയണ്ട്? കാശ് കൊടുത്താലൊന്നും കിട്ടില്ല. പിന്നെ തന്നെ എങ്ങനെ കിട്ടും? നീ ഇതടി, ഞാൻ പറയാം. എടാ, ചെറിയ പിള്ളേരൊന്നും കാശ് കൊടുത്താൽ കിട്ടില്ല. നമ്മൾ പിടിച്ചെടുക്കണം. അപ്പോൾ പോലീസ് പിടിക്കില്ലേ? അറിഞ്ഞാൽ പിടിക്കും, പുറത്തറിയരുത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നോക്കരുത്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കണ്ടുവയ്ക്കണം. ചാൻസ് കിട്ടിയ കാര്യം നടത്തി അപ്പം തന്നെ സ്ഥലം കൊടുക്കണം. നിങ്ങൾ സൂപ്പർ ചേട്ടാ. നീ ഒന്ന് ക്ഷമിക്കേ. ഇവിടെ 1-2 എണ്ണത്തിന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാടാ. സമ്മതിക്കുമോ ചേട്ടാ? ഇതൊക്കെ സമ്മതം ചോദിച്ചിട്ടാണോ? നമ്മളിങ്ങ് എടുക്കുമല്ലേ. വിട്ടില്ലെങ്കിലോ? വിട്ടില്ലെങ്കിൽ അങ്ങ് തീർക്കും, ഒരു കുഞ്ഞു പോലും അറിയാതെ. നിങ്ങളൊരു ആൺകുട്ടിയാ ചേട്ടാ. എനിക്കിതൊന്നും പുത്തരിയല്ലടാ. ഇവിടെ മുമ്പുണ്ടായിരുന്ന പ്രകാശനെ കാണാൻ കൊല്ലത്ത് അവൻ്റെ പണിസ്ഥലത്ത് ഞാനൊന്ന് പോയതാ. അന്നൊരെണ്ണത്തിന് ഒത്തു കിട്ടി. അപ്പോൾ പോലീസ് പിടിച്ചില്ലേ? എന്നെയോ? കളിക്കുമ്പോൾ ഷാള് പിടുങ്ങി ചത്തേനെ എന്നെ എന്തിനാടാ പിടിക്കുന്നത്? അന്ന് രാത്രി തന്നെ ഞാൻ സ്ഥലം വിട്ടു. കൊച്ചു പിള്ളേരെ കൈ കിട്ടുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്.
ബാവാ शीतल तूने मारा साले